അച്ഛ ഇതുവരെയായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? അവരിപ്പോ വരും. എന്റെ പൊന്നച്ചോ, ഒന്ന് വേഗം വരോ? ഒന്ന് നിക്കടർക്കാ, ഗ്ലാമർ ആവട്ടെ. കുറെ പേര് കാണുന്ന പരിപാടികളടാ. എടാ, അവര് തിരിച്ചും മറിച്ചും ചോദിക്കും. എന്തു വെച്ചാലും പാറേപ്പള്ളി പെരുന്നാളിന് പോയി, പാറേപ്പള്ളി പെരുന്നാളിന് പോയി, അങ്ങനെ പറയാവൂ. നിങ്ങളെന്തുട്ടി പറയണേ? ഞാൻ ചുമ്മാ പറഞ്ഞ, എനിക്ക് പഠിപ്പിച്ച സാധനങ്ങൾ ഓർമ്മയിട്ടില്ല. നന്നായിട്ട് എന്നെ പൊക്കി തള്ളി വിട്ടോളണം. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്നെ നന്നായിട്ട് തള്ളി വിടണം. അത് ഞാൻ ഏറ്റവും രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ള പൊക്ക, ഒരു കുറവുണ്ടാവരുത്. ഓക്കെ, അവര് 9 മണിക്ക് വരും പറഞ്ഞേ. 9 മണി കഴിഞ്ഞു. അച്ഛൻ മണ്ടെങ്കിൽ വാ, ഞാൻ പോവാണ്. ഞാൻ വരാ, ഇപ്പൊ തന്നെ വരും. അത് കുഴപ്പമില്ലടാ. അച്ഛാ, ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രണ്ടുപേരും ഒരുമിച്ചാണോ? നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഒരുമിച്ചാണോ ഇപ്പോഴുള്ളത്? ഇല്ല ഇല്ല, ഇവൻ ക്ലാസ്സിൽ പോകും എല്ലാ ദിവസവും. വൈകുന്നേരങ്ങളിൽ ചില ദിവസങ്ങളൊക്കെ അവനോട് വരും. നിങ്ങളെല്ലാവരും കണ്ടതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുരുപ്പും കത്തനാരും എന്ന് പറയുന്ന പേജിലെ പ്രിയപ്പെട്ട മാർട്ടിൻ അച്ഛനും അതുപോലെ ജുവലുമാണ് ഇന്ന് ചോസന്റെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. അച്ഛൻ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്ര ആക്റ്റീവായിട്ട് വരുന്നത്? എങ്ങനെയാണ് തുടക്കം? ഞാനൊരു 1.5 വർഷമായി ഇവനെ വെച്ചിട്ട് ചെറിയ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പട്ടം കഴിഞ്ഞിട്ട് 2020 പട്ടം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ മീഡിയയുടെ ഇതിനകത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പോയി. അത് പഠിച്ച് കഴിഞ്ഞപ്പോഴേക്കും 2.5 വർഷമായി. പിന്നെ ചെറിയ ഷോർട്ട് ഫിലിംസൊക്കെ ആയിട്ട് തുടങ്ങി. അതിനിടയിലാണ് ഇവനെ പരിചയപ്പെട്ടത്. അങ്ങനെ ഇവനായിട്ട് ചെറിയ വീഡിയോസ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കണ്ടന്റുകൾ ഇറക്കും. അച്ഛനേക്കാളും ഒരു പടി മേലെ സ്റ്റാറായിട്ട് നിൽക്കുന്നത് ജുവലാണ്. അപ്പോൾ ജുവലിനെ പരിചയപ്പെടാനാണ് എല്ലാവരും ഇങ്ങനെ വളരെ ആവേശത്തിലിരിക്കുക. ജുവലിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് ജുവൽ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഞങ്ങളുടെ പള്ളിയിലെ കപ്പ്യാരി ഒരു ദിവസം എന്നെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ മാർട്ടിനച്ഛൻ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പം എന്നെ അതിനകത്ത് ചേർത്തു. അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ജുവലിൻ്റെ? അപ്പൻ, അമ്മ, ഞാൻ, 2 അനിയന്മാര്. എങ്ങനെയുണ്ട് വീഡിയോസിൽ അച്ഛൻ്റെ കൂടെ? കുറേ ഇപ്പോൾ ഏകദേശം 1.5 വർഷമായി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട് അച്ഛൻ്റെ കൂടെയുള്ള ഒരു കമ്പനിയും പിന്നെ അതുപോലെ വീഡിയോസ് ചെയ്യുന്നതും? എങ്ങനെയുണ്ട് പ്രതികരണം? ആളുകളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് പ്രതികരണം? ആളുകൾ നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. ചിലവര് ചീത്തതെന്നും പറയും. അപ്പം അങ്ങനെ അതിനെ എങ്ങനെ ജുവൽ എങ്ങനെ കാണും? അവരോട് ഞാൻ നിങ്ങളെന്താന്ന് വെച്ചാൽ പറയും, ഞാനൊന്നും പറയണമെന്ന് പറയും. ഞാൻ വെറുതെ പോകും. മാർട്ടിനച്ഛനിലേക്ക് തിരിച്ചു വരാം. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സുവിശേഷ പ്രഘോഷണ മാർഗ്ഗമാണ് അച്ഛൻ സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും കേൾക്കുന്നതും സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിനുള്ളൊരു ഉപാധിയായിട്ട് അല്ലെങ്കിൽ ആളുകളിലേക്ക് എന്താ പറയുക, നല്ല മെസ്സേജ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോമുകളെ ഇത്ര ഭംഗിയായിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എല്ലാവരുടെയും എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഭയങ്കര സജീവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ സുവിശേഷവൽക്കരണത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു തെറ്റാന്ന് തന്നെ നമ്മുടെ സഭ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്തുമാത്രം ജനങ്ങളിലേക്ക് എത്താൻ പറ്റും, അതനുസരിച്ചുള്ള കോണ്ടന്റുകളൊക്കെ ഇറക്കി ജനങ്ങളിലേക്ക് എത്താൻ ചെറിയ ചെറിയ മെസ്സേജുകൾ കൊടുക്കുക. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ആണെങ്കിലും എല്ലാത്തിലും എല്ലാത്തിലും തന്നെ മെസ്സേജ് ഉള്ളതാണ്. പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് ചെറിയൊരു ഫൺ രീതിയിൽ ചെയ്യാറുണ്ട്. കിട്ടുന്ന കോണ്ടന്റ് അനുസരിച്ച് ഞങ്ങൾ ഇടും. ചിലപ്പോൾ ഒരു മാസത്തിലൊരു 3-4 വീഡിയോ ഒക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ വീഡിയോസും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയാൻ ശ്രമിച്ചേക്കുന്നത്. ബൈബിൾ അതേപോലെ നമ്മൾ വചനം അതേപോലെ അങ്ങോട്ട് വായിച്ചു കൊടുത്തു കഴിയുമ്പോൾ പരമാവധി പേരോ ശ്രദ്ധിക്കില്ല. പക്ഷെ അത് വേറൊരു രീതിയിൽ
നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നു. അത് ചിലപ്പോൾ തമാശ രൂപത്തിലായിരിക്കാം, കുറച്ച് സീരിയസ് രൂപത്തിലായിരിക്കാം. എന്തൊക്കെയായാലും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈശോ ഞങ്ങളെ പഠിപ്പിച്ച സാധനങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും വീഡിയോസിലൂടെ കൊടുക്കുന്നത്. ഈശോ എല്ലാവരെയും പഠിപ്പിച്ച് ബൈബിൾ മൊത്തം കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ സാധനങ്ങളാണ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അച്ഛൻ്റെ പേജിൽ നോക്കിയാൽ കാണാം മിക്ക വീഡിയോസും അത്യാവശ്യം നല്ല രീതിക്ക് വൈറലായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കണ്ടന്റുകളൊക്കെ ഒപ്പിക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ ചില വീഡിയോസൊക്കെ, എല്ലാ വീഡിയോസൊന്നും ഇല്ല, എന്നാലും ചില വീഡിയോസൊക്കെ അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷം. പിന്നെ എല്ലാ കണ്ടന്റും അങ്ങനെ ഞാൻ ഉണ്ടാക്കണമെന്നല്ല. ഇവൻ തന്നെ എനിക്ക് കണ്ടന്റുകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇവൻ തന്നെ കുറേ സജഷൻസ് ഒക്കെ തരാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡയലോഗുകളൊക്കെ ആണെങ്കിലും ഞാൻ ഇവൻ്റെ ഫ്രീഡത്തിന് വിട്ടു കൊടുക്കുള്ളൂ. അപ്പോൾ ഇവനത് നന്നായിട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും ഒരു കോണ്ടൻ്റൊക്കെ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ ഇവിടെയുള്ള അച്ഛന്മാർ, ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് 8-9 അച്ഛന്മാരുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരികയാണ്, ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യും, അങ്ങനെയൊക്കെ പലരും പറഞ്ഞു തരും. പിന്നെ പുറത്ത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ, ഇവിടെ യൂത്ത് പിള്ളേർ, അങ്ങനെയൊക്കെയാണ് ഓരോന്ന് കിട്ടുന്നത്. ഇതിനകത്ത് ഞാൻ ചെയ്തേക്കണ വീഡിയോയിൽ വളരെ ചുരുക്കമാണ് എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയും കോണ്ടൻ്റൊക്കെ ഉള്ളത്. ബാക്കിയെല്ലാം എനിക്ക് പുറത്തുനിന്ന് പറഞ്ഞു തന്നവരാണ്, പല സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ അത് വിചാരിച്ച് പുറത്തുനിന്ന് വന്നവർ ഞാൻ ചെയ്ത വീഡിയോസിൽ അറിയാലോ, ചിലതൊക്കെ അത്ര നല്ല വീഡിയോസ് ആയിരിക്കില്ല, ചിലതൊക്കെ മോശം വീഡിയോസ് ഉണ്ട്. അപ്പോൾ നല്ലത് മാത്രം ഞാൻ ചെയ്തു എന്നല്ല, ചിലപ്പോൾ മോശം കണ്ടന്റ് ചിലപ്പോൾ എൻ്റെ തന്നെയായിരിക്കും. ബാക്കി എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ നല്ലതാണ്. അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ എന്തോരം സമയം എടുക്കും? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണോ സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നത്? എങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ എങ്ങനെയാണ് ഒരു വീഡിയോ ഇറക്കുന്നതിന് മുമ്പ്? ഞാനത് ഇവൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടി കൊണ്ട് പോകും. വണ്ടി കൊണ്ട് പോയിട്ട് പോകുന്ന വഴി കൂടെ ഇവരോട് കാര്യം പറയും, എടാ ഇതാണ് സാധനം, നീ ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇവൻ്റേതായ ഒരു സജഷൻസും ഇവൻ്റേതായ ഒരു വ്യൂ പോയിന്റിൽ നമ്മളതിനെ കാണാൻ നോക്കും. അപ്പോൾ ഇവൻ പറയും, അച്ഛാ ഈ ഒരു സാധനം ഞാൻ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ അതിങ്ങനെ മാറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അതെന്തെങ്കിലും പറയും. ഇവൻ നമ്മൾ കാണുന്നതിലല്ല, ഇവൻ അത്യാവശ്യം ചിന്തിച്ച് ആ രീതിയിൽ പറയണങ്ങളാണ്. അപ്പോൾ ഇവൻ സ്വയം കൈ നിടുന്ന സാധനങ്ങളാണെങ്കിലും നല്ല രസമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവന് പറഞ്ഞു കൊടുത്തേക്കണേക്കാളും ഭംഗിയായിട്ട് അവൻ്റെ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ അവൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇവന് തോന്നണ പോലെ ഇവൻ പറയും. പിന്നെ അത് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. ഒരു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫോണിൽ തന്നെയാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണേ. ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യും. പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ ഇരുന്ന് ഞാനിതിൽ മീഡിയ പഠിച്ച സമയത്ത് എഡിറ്റിങ്ങും സാധനങ്ങളൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യും. അങ്ങനെ മാസത്തിൽ ഒരു 3-4 ഇടാറുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഓരോന്ന് ഇറക്കും. അച്ഛനിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരുമിച്ച് അച്ഛന്മാരൊക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുമ്പോഴാണ് പല കണ്ടന്റുകളും കിട്ടാറുള്ളതെന്ന്. അച്ഛനിപ്പോൾ OFM കൺവെൻച്വൽ സഭാംഗമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നിന്നുള്ള അച്ഛൻ്റെ സഹവൈദികരും പ്രൊവിൻഷ്യൽ അച്ഛനും ഒക്കെ ആയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അച്ഛന് സപ്പോർട്ട് കിട്ടുന്നത്? ഇവിടെ ഞാൻ നിൽക്കുന്ന പ്രൊവിൻഷ്യൽ ഹൗസിലാണ്, കറൂറ്റിലാണ് ആശ്രമം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ ഡെഫിനിറ്റേഴ്സ്, കൗൺസിലേഴ്സ്, അങ്ങനെയുള്ള അച്ഛന്മാരാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്കിങ്ങനെയൊന്നും വീഡിയോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇറക്കണ ചില കോണ്ടൻ്റൊക്കെ ഈ പറഞ്ഞ പോലെ അച്ഛന്മാർക്ക് ചെയ്യാൻ പറ്റണതാണോ എന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അതിനകത്ത് എനിക്ക് ഉത്തരവില്ല. ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് അതേപോലെ നല്ലൊരു സപ്പോർട്ട് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ മറ്റ് കൗൺസിലേഴ്സും ഡെഫിനിറ്റേഴ്സും അവരെല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ മാത്രമല്ല, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരും ഈ പറഞ്ഞ ഓരോ ആശയങ്ങൾ തന്നെ തരുന്നത് അത് പല അച്ഛന്മാരും. അതുപോലെ ഞങ്ങളുടെ ഡെഫിനിറ്ററിയിലൊക്കെ ഈ സഭ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണ മീഡിയ ഇൻചാർജുള്ള അച്ഛന്മാരുണ്ട്. സിൻഡോ എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛനൊക്കെ പുള്ളിയൊക്കെ ഒരുപാട് ആശയങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. മൈക്കിൾ അച്ഛനാണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛനാണ് ഇതൊക്കെ കണ്ട് ഓരോ ആശയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓരോ വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് സജഷൻസൊക്കെ തരും. പിന്നെ ഇവനായാലും ഇവിടെയൊക്കെ വരുമ്പോൾ ഇവനെയൊക്കെ എല്ലാവർക്കും അറിയാം. ഇവനായാലും അച്ഛന്മാർക്കൊക്കെ നല്ല പരിചയമാണ്. ഇവനെ കാണുമ്പോൾ തന്നെ അച്ഛന്മാർ എടാ നീ കുറച്ചുകൂടി അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരും പറഞ്ഞു കൊടുക്കും. ഇവൻ അങ്ങോട്ടും പറയും. എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെ ആയിട്ട് പോകണം. ഇവിടെ നിന്നും സഭയിൽ നിന്ന് മൊത്തത്തിൽ നല്ലൊരു സപ്പോർട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അച്ഛൻ ചെയ്ത വീഡിയോ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്, അതിൽ കൂടുതൽ ആളുകൾ അത് നെഗറ്റീവായിട്ട് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്താൽ തന്നെയും അതിന് പോസിറ്റീവായിട്ടുള്ള സമീപനമുള്ളവരുണ്ട്, നെഗറ്റീവായിട്ട് അതിനെ സമീപിക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെയൊക്കെ അച്ഛൻ കാണുന്നത്? ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ നമുക്ക് എല്ലാം പോസിറ്റീവ് കമൻസ് ആയിരിക്കില്ല, കുറേ നെഗറ്റീവും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും.
അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല, അത് ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അവർ പറയട്ടെ, അവരുടെ ഉള്ളിലുള്ള എല്ലാ മനുഷ്യരും വ്യത്യസ്തരല്ലേ. അപ്പോൾ ചില സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോൻ്റെ കൃത്യം മെസ്സേജ് അവർക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അവതരിപ്പിച്ച രീതിയിൽ തെറ്റുണ്ടാവാം. കുറച്ച് പേർക്ക് മനസ്സിലാവുന്നുണ്ട്, ഭൂരിഭാഗം പേർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് കമൻസ് ആയിട്ടും അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് എനിക്ക് വരാറുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട്. അതിനകത്ത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും ഭൂരിഭാഗം പേരും അച്ഛൻ ഒരുപാട് നന്ദിയുണ്ട്, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് റിപ്ലൈ ചെയ്തതിന് എക്സ്പ്ലനേഷൻ തന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ വീഡിയോൻ്റെ കൃത്യം മെസ്സേജ് എന്താണെന്ന് കൺവേ ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് പറയാമെന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അവർ പറയട്ടെ. ഞാനും ചില വീഡിയോസ് കാണുമ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല, ഞാനും നെഗറ്റീവ് കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അവരും അത് ചെയ്യണതിൽ യാതൊരു തെറ്റുമില്ല. അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണേ. ഇപ്പം ഇവനായാലും അങ്ങനെ ആയിരിക്കും എടുക്കണേന്നാണ് ഞാൻ വിചാരിക്കണേ, അല്ലേ? അതെ. ഇപ്പം ജുവലിപ്പോൾ മാർട്ടിനച്ഛൻ്റെ കൂടെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർട്ടിനച്ഛൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഫസ്റ്റ് ഓഡീഷന് വേണ്ടിയിട്ട്, അതായത് നീ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിനക്കൊരു കൺസെപ്റ്റ് തന്നു, അപ്പോൾ അതൊന്ന് അഭിനയിച്ച് കാണിക്കാൻ പറയുമ്പോൾ നീ തകർത്തു എന്നാണ് പറഞ്ഞത് അച്ഛൻ. അപ്പോൾ എങ്ങനെ അച്ഛൻ്റെ കൂടെയുള്ള ഈ വീഡിയോസ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ആശ്രമത്തിൽ വരുമ്പോൾ ബാക്കിയുള്ള അച്ഛന്മാരുടെ അടുത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? വീട്ടിൽ പപ്പയും അമ്മയൊക്കെ സപ്പോർട്ടാണോ? അവർക്ക് ഇഷ്ടമാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വീട്ടിൽ അപ്പനമ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ടാ, അടുത്തുള്ളവർക്കും സപ്പോർട്ടാണ്. ചിലവര് നെഗറ്റീവ് പറയും, അപ്പം ഞാൻ അവരോടൊന്നും പറയാറില്ല. ഇവിടെ വന്നാലും ഇവിടുത്തെ എല്ലാവർക്കും തന്നെ അറിയാം, ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പൊ ഇവരെന്നോട് ഐഡിയാസ് പറയും, ഞാൻ ചിലപ്പോൾ അച്ഛനോടത് പറയും. അപ്പൊ അച്ഛനത് എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങളത് എടുക്കും. ഈ ജുവലിന് എവിടെ നിന്ന് ഈ ഐഡിയാസ് ഒക്കെ കിട്ടുന്നത്? അച്ഛൻ പറഞ്ഞു അച്ഛനിങ്ങനെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ പല കൺസെപ്റ്റുകളും കിട്ടുന്നു. ജുവലിന് ഈ ഐഡിയാസ് സ്പോട്ടിൽ ഭയങ്കരമായിട്ട് ഐഡിയാസ് വരുന്ന ആളാന്ന് പറഞ്ഞു. എങ്ങനെയാ ഐഡിയാസ് ഒക്കെ കിട്ടുന്നത്? എൻ്റെ അപ്പൻ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ. അപ്പൊ അപ്പൻ എനിക്ക് ഐഡിയാസ് പറഞ്ഞു തരും, പക്ഷെ അപ്പനത് എടുക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പൻ ഈ ജോലിയുടെ പോകും. അപ്പൊ ഞാൻ അത് അച്ഛനോട് പറയും, അച്ഛനത് എടുക്കാന്ന് പറയും. അങ്ങനെ ഞങ്ങൾ എടുക്കും. ഒരുമിച്ചാണ് ചെയ്യാറുള്ളത്. സ്കൂളിൽ എങ്ങനെയാ? സൂപ്പർ സ്റ്റാർ ആണോ? എല്ലാവരും വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? സ്കൂളിൽ നിന്ന് സപ്പോർട്ടാണ്. സിസ്റ്റർമാര് ഞങ്ങളിടുന്ന ഈ ബൈബിളുള്ളതൊക്കെ ഈ ക്രിസ്ത്യാനികളുടെ ഒരു ആശയമായിട്ടാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പൊ സിസ്റ്റർമാര് നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. എങ്ങനെയാ? ക്ലാസ്സിൽ ടോപ്പറാണോ? അങ്ങനെ ഒരു അച്ഛൻ അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ജുവല് ഭയങ്കരമായിട്ട് നല്ല മിടുക്കനായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ക്ലാസ്സിൽ ടോപ്പറൊക്കെയാണെന്ന്. അപ്പൊ എങ്ങനെ ഈ പറയുന്ന വീഡിയോ എടുക്കുന്നതും പഠിക്കുന്നതും ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്? ജുവല് സമയം കിട്ടുന്നുണ്ടോ? സമയം കിട്ടുന്നില്ല. ഞാൻ സ്കൂളിൽ നിന്ന് വിട്ട് വൈകുന്നേരം വരുമ്പോ ഞങ്ങൾ വീഡിയോ എടുക്കും. വീഡിയോ എടുത്ത് ഒരു 6 മണിയാകുമ്പോഴേക്കും കഴിയും. അതേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരും, എന്നിട്ട് പഠിക്കും. അപ്പൊ രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകാൻ കുഴപ്പമൊന്നുമില്ല. മിടുക്കനായിട്ട് പഠിക്കുന്നു. അപ്പൊ ജുവലി ഇനിയും മിടുക്കനായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇങ്ങനെ നന്നായി അഭിനയിച്ച് പിന്നെ ആളുകൾക്ക് കുറെ കൂടെ നല്ല മെസ്സേജ് ഒക്കെ കൊടുക്കുന്ന നല്ലൊരു കുട്ടിയായിട്ട് വളർന്നു വരട്ടെ. എല്ലാവർക്കും ഒരു മാതൃകയ്ക്കായിട്ട്, വീട്ടുകാർക്ക് ഒരു ബ്ലെസ്സിങ് ഒക്കെ ആയിട്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അച്ഛൻ്റെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ദൈവവിളിയിലേക്ക് വന്നത്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. അച്ഛൻ്റെ നാട് എവിടെയാണ്? എൻ്റെ വീട് അങ്കമാലിക്ക് അടുത്ത് തവളപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അപ്പൻ, അമ്മ, അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. ഒരു കുഞ്ഞു കൊച്ചുണ്ട്, ഇരിഞ്ഞാലക്കുടയ്ക്കാണ് കെട്ടിച്ചുവിട്ടാണ്. പിന്നെ ഇപ്പോൾ അപ്പനും അമ്മയും തന്നെ ഉള്ളു വീട്ടിൽ. എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ചെറുപ്പകാലത്തിൽ, എങ്ങനെ ദൈവവിളിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഒരു അച്ഛനാകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? അങ്ങനെ അച്ഛനാവണം എന്ന് വിചാരിച്ച് സെമിനാരി ചേർന്നല്ല ഞാൻ. 10ാം ക്ലാസ് ഞാൻ പഠിച്ചത് മലയാറ്റൂർ സ്കൂളിലാണ്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ പിന്നെ എനിക്കൊരു കൂട്ടുകാരൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ഞാനും കൂടി ഇങ്ങനെ സെമിനാരി പോകാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. ആ സമയത്ത് കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ച് +1 +2 ഒക്കെ പഠിച്ചിട്ട് പിന്നെ തീരുമാനിക്കാമെന്നൊക്കെ ഓർത്ത് അങ്ങനെ സെമിനാരി ചേർന്നതാണ്. ചേരാനായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ ഫ്രാൻസിസ്കൻ OFM കൺവെൻച്വൽ സഭയിൽ നിന്ന് ഒരച്ഛനുണ്ടായിരുന്നു. ആ അച്ഛനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ആ അച്ഛൻ വീട്ടിൽ വന്നു.
അങ്ങനെ സെമിനാറിലേക്ക് വരാൻ ഇൻവിറ്റേഷനൊക്കെ തന്നു. ഞങ്ങളങ്ങനെ സെമിനാറിലേക്ക് വന്നു. പിന്നെ ആദ്യത്തെ 3 വർഷം ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു സഭയുടെ മന സെമിനാരി. അങ്ങനെ ആദ്യത്തെ കുറച്ച് വർഷങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമുക്കിങ്ങനെ പോകാനായിട്ട് നമ്മുടെ മെയിൻ പ്ലാൻ ഇതല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പോകാനായിട്ടൊക്കെ ഉള്ള ലിമിറ്റേഷൻസൊക്കെ ഒരുപാടുണ്ടായി. എങ്കിലും പിന്നെ കുറച്ച് ആളിങ്ങനെ പിടിച്ച് നമുക്ക് ഈ സഭയുടെ ലൈഫും ഈ സഭയിലുള്ള ജീവിതമൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നിന്നു. ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് 2 പേർ കോർഡിനേഷൻ ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ചേർന്നു, ഒരു ദിവസം കോർഡിനേഷൻ കിട്ടി. ആ അച്ഛൻ്റെ പേര് റോണി എന്നാണ്. ആളിപ്പോൾ ഇറ്റലി സെറാഫിക്കം ഞങ്ങളുടെ തന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പഠിക്കുന്നു. അപ്പോൾ ഏതൊരു ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റിലായിരിക്കുമല്ലോ ഓക്കെ ഇത് എൻ്റെ ദൈവവിളി എന്ന് പറയുന്ന ഒരു വൈദികനാവുക എന്നുള്ളതാണ്. എപ്പോഴും അച്ഛൻ തിരിച്ചറിഞ്ഞു. സെമിനാരിൽ പോയി എന്ന് പറഞ്ഞു, പക്ഷെ അച്ഛനാവാനുള്ള ഉദ്ദേശത്തോടെ അല്ല പോയെന്ന് പറഞ്ഞു. അപ്പൊ ഏത് പോയിന്റിലാണ് അച്ഛൻ തിരിച്ചറിഞ്ഞത് ഓക്കെ എൻ്റെ ദൈവവിളി ഒരു അച്ഛനാവുക എന്നുള്ളതാണ് എന്നുള്ളത്? ഞാനപ്പോൾ ഒരു ആദ്യത്തെ 3 വർഷം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിലൊക്കെ പോകാനായിട്ട് ഇങ്ങനെ പയ്യെ തീരുമാനമൊക്കെ എടുത്തായിരുന്നു. പിന്നെ അവധിക്കൊക്കെ കിട്ടിയപ്പോൾ വീട്ടിലൊക്കെ പോയി. ഒരു 1.5 മാസം അവധിയൊക്കെ ഉണ്ടായി. പിന്നെ അങ്ങനെ നാട്ടിൽ നിന്നിട്ട് വലിയ സുഖം തോന്നിയില്ല. തിരിച്ചങ്ങടേക്ക് തന്നെ പോകണം എന്നുള്ളൊരു മൈൻഡായിരുന്നു എപ്പോഴും. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചവിടെ ചെന്നു. അപ്പോഴും പിന്നെ നമുക്ക് അവിടെ നിൽക്കണം അങ്ങനത്തെ ഒരു ഫുൾ നമുക്കൊരു അച്ഛനാവണം എന്നുള്ള ആഗ്രഹം പ്രീനോഷിറ്റ് ഹൗസിലും വെച്ച് അങ്ങനെ കൃത്യമായിട്ട് വന്നില്ല. പിന്നെ ഞങ്ങൾക്ക് 5ാമത്തെ വർഷം ഞങ്ങൾ പഠിക്കുന്നത് ഊട്ടിയിലാണ്, കോട്ടഗിരി. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇതേവരെ ഊട്ടിയിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയായാലും 4 വർഷമായല്ലോ, ഊട്ടി കൂടി കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോകാമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടഗിരിക്ക് ഊട്ടി നോഷേറ്റ് ഹൗസിൽ ചെന്നു. നോഷേറ്റിൽ അറിയാലോ, ഇങ്ങനെ നമുക്ക് മാസത്തിലൊരിക്കൽ ലെറ്റർ എഴുതാനൊക്കെ പറ്റുള്ളൂ, വീട്ടിലേക്ക് വിളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വീട്ടുകാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ടായിപ്പോയി 1 കൊല്ലം കൊണ്ട്. പിന്നെ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഊട്ടിയിലെ കാലാവസ്ഥ അടിപൊളി, താമസം, ഞങ്ങളുടെ ഹൗസൊക്കെ ഇരിക്കണ ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ള സ്ഥലത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാനും സഭയുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കണത് അവിടെ ചെന്നിട്ടാണ്. നമ്മൾ ഫ്രാൻസിസ്കനിസം പഠിത്തങ്ങളും അല്ലെങ്കിൽ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റൂള്, സഭ എന്താണെന്നൊക്കെ കൂടുതൽ അറിയണത് അവിടെ വന്നിട്ടാണ്. പിന്നെ ഈ ഹാബിറ്റ് ഭയങ്കര ഒരു രസമുള്ള സാധനമായിട്ട് തോന്നി. സാധാരണ വെള്ള ഉടുപ്പിടുന്ന അല്ലെങ്കിൽ രൂപതക്കാരച്ഛന്മാരായിട്ടായിരുന്നു എനിക്ക് കൂടുതൽ അടുപ്പമൊക്കെ. എൻ്റെ പേപ്പൻ ഒരാളാണ്, എൻ്റെ അപ്പച്ചൻ്റെ ഇരട്ട സഹോദരൻ ഒരാൾ എറണാകുളം രൂപതയിലെ അച്ഛനാണ്, പോൾ ചിറ്റനപ്പള്ളി എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ അച്ഛൻ എന്നെ കുറേ അങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഈ വെള്ള ഉടുപ്പ് സാധാരണ കണ്ട് പഴകിയ ഒരു സാധനം ആയതുകൊണ്ട് എനിക്ക് അത്ര അട്രാക്ഷനും തോന്നിയില്ലായിരുന്നു. നോഷേറ്റ് ഹൗസ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഉടുപ്പ് കിട്ടുന്നത്, 5ാം വർഷം അവസാനം. അപ്പോൾ ഈ ഉടുപ്പിട്ട് നിൽക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ആ സമയത്ത് തുടങ്ങിയായിരുന്നു. നോഷേറ്റ് പഠിച്ചു തുടങ്ങി. പിന്നെ സഭേനെ പറ്റി അറിയാൻ തുടങ്ങി, ഫ്രാൻസിസിനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ ഉടുപ്പൊക്കെ ഇട്ട് കണ്ട് ഒരു പ്രൊഫഷനൊക്കെ സ്വീകരിക്കണം, അച്ഛനാവണം എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുന്നത് നോഷേറ്റ് ഹൗസിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലീറ്റ് സെമിനാരിക്കാരനായി അല്ല അച്ഛനായി കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ നമുക്ക് പിന്നെ ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഒരു 8-9 വർഷം കൂടി പഠിക്കണം. അപ്പോൾ അതിനിടയിലും നമുക്ക് പലപ്പോഴും ഇങ്ങനെ ലീവ് ചെയ്യാന്നുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലയെന്നല്ല. എങ്കിലും ഒരച്ഛനാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നിയ സമയം നോഷേറ്റ് ഹൗസിലാണ്. ഈ അച്ഛനാവാനുള്ള ആഗ്രഹം തോന്നി, അതിനുശേഷം അത് വീട്ടിൽ അറിയിച്ചപ്പോൾ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? വീട്ടുകാർ അല്ല, ഞാൻ സെമിനാരി പോകുന്ന സമയത്ത് വീട്ടിലും നാട്ടിലും എല്ലാവർക്കും അറിയാം ഞാൻ എന്തൊക്കെയാലും ഇതിനകത്ത് നിൽക്കാൻ പോകണില്ല എന്നുള്ളത്. പിന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒറ്റ മോനാ, പിന്നെ അനീത്തിയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, ഈ തലമുറ നിൽക്കും അങ്ങനെയൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞ് കുറേ പേര് വരും. പിന്നെ എല്ലാവരും ചോദിക്കും നീ എന്തിനാ പോണത്, ഈ അപ്പനമ്മേനെ നോക്കാൻ വേറെ ആരുണ്ട്? പിന്നെ അപ്പനമ്മയ്ക്കും അത് ആ സമയത്ത് അവരെ നോക്കണേൻ്റെ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും അവർ എന്നോട് അങ്ങനെ ഒന്നും പറയണില്ല. നീ അച്ഛനായി കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നോ അല്ലെങ്കിൽ തിരിച്ചു വരണമെന്നോ ഒന്നും പറയണില്ല. അവർ എല്ലാം എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടേക്കാണ്. എങ്കിലും അവർക്ക് ചെറിയ രീതിയിൽ അവർക്ക് മനസ്സിലറിയാം ഇവൻ അവിടെ നിൽക്കാൻ വഴിയില്ല എന്നുള്ളൊരു സാധനം അറിയാം. പിന്നെ അതുകൊണ്ട് വീട്ടുകാരുടെ ഭാഗത്ത് അങ്ങനെ എനിക്ക് വേറെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അവർ എപ്പോഴും ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാൻ എന്ത് തീരുമാനം എടുത്താലും അവർ സപ്പോർട്ടാണ്. വീട്ടുകാരും നാട്ടുകാരൊക്കെ പോയാലും തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പിലാണ് നിന്നിരുന്നേന്ന് പറഞ്ഞു. അപ്പൊ കുരുത്തക്കേടൊക്കെ കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലായിരുന്നോ ചെറുപ്പത്തിലൊക്കെ? കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ കുരുത്തക്കേടുണ്ട്. പക്ഷെ അത് എങ്ങനത്തെ കുരുത്തക്കേടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വലിയ ഫ്രണ്ട് സർക്കിളൊന്നും ഉള്ള ആളല്ല. പക്ഷെ ചെറിയ സർക്കിളുകളൊക്കെ ഉണ്ട്. അവിടെ ഞാൻ മഹാലമ്പായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പഠിച്ചത് കിടങ്ങൂർ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് 8ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മലയാറ്റൂർക്ക് മാറി ചെയ്തത്. TC ഒന്നും വിട്ടതല്ല, വീട് മാറിയതുകൊണ്ട് മാറിപ്പോയതാണ്. അപ്പോൾ
കിടങ്ങൂർ സിസ്റ്റേഴ്സിൻ്റെ FCC സിസ്റ്റേഴ്സിൻ്റെ സ്കൂളാണ്. ഞാൻ ഇപ്പോഴും ആ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ എനിക്ക് മുട്ടുപറിക്കും. അടിയുടെ ബഹളമായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ എന്നും പുറത്തേക്കലും അത് ഇത്, പിന്നെ മാർക്ക് കുറവ്, ഉഴപ്പ്, അങ്ങനെയൊക്കെ ഒരു സാധനം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ക്ലാസ് റൂം എടുത്താൽ നമുക്കറിയാലോ, ഒന്നില്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കണവനെ എല്ലാവരും അറിയാം, അല്ലെങ്കിൽ ഏറ്റവും കുരുത്തം കേട്ടവരറിയും. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ മിഡിലാണ് നമ്മൾ. എങ്കിലും കുരുത്തക്കേട്ടിന് ഒരു കുറവില്ല, പിടിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും പിടിക്കപ്പെടണം. അങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കായിരുന്നു. അത്ര നല്ല പേരായിരുന്നില്ല. പിന്നെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ലൈഫ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? മീൻസ് അവർ ചെയ്യുന്ന സേവനങ്ങൾ? അത് ഇൻസ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിന്തിക്കുമ്പോൾ അതൊക്കെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നണ്ടേ. കാരണം അന്നെന്നൊക്കെ പറഞ്ഞാൽ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളായതുകൊണ്ട് മാസത്തിലൊരിക്കൽ നമുക്ക് കുർബാന വയ്ക്കും, അല്ലെങ്കിൽ അച്ഛന്മാർ ധ്യാന ക്ലാസ്സുകൾ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. അന്ന് അത് ഇഷ്ടമാണ് സാധനം. അപ്പോൾ 2-3 പീരീഡ് അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ ക്ലാസ് കുറച്ച് കട്ട് ചെയ്ത് പോകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പള്ളിയിൽ പോയി നമ്മൾ നിന്നില്ലെങ്കിൽ ആരും നമ്മളെ നോട്ട് ചെയ്യാനൊന്നും പോണില്ല, അങ്ങനെ പിടിക്കില്ല. അപ്പോൾ ക്ലാസ്സിലിരിക്കണേക്കാളും സുഖം ഇങ്ങനെയൊക്കെ പോകണമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ അവർ വെച്ചേക്കണേൻ്റെ ഗുണം ഇല്ല എന്നല്ല, ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ 8ാം ക്ലാസ് കഴിയുമ്പോൾ മാറി. പിന്നെ അല്ല, അവർ ഇപ്പം അത് ആലോചിക്കുമ്പോഴേ അവരൊക്കെ ചെയ്ത കാര്യങ്ങളും ഇപ്പോഴും ചെയ്യണ കാര്യങ്ങളും ഭയങ്കരമാണ്. ഞാനിപ്പോൾ ഏത് സിസ്റ്റേഴ്സിനെ കണ്ടാലും FCCക്കാരെ അല്ലെ ഏത് കോൺഗ്രേഷനിൽ ഞാൻ ചെന്ന് പരിചയപ്പെട്ടാലും അവരൊക്കെ ചെയ്യണ കാര്യങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര വണ്ടറാണ്. കാരണം ശരിക്കും ഒരു വിശുദ്ധ ലൈഫാണ് അവരുടെയൊക്കെ. ഒരുപാട് ബഹുമാനം ഉണ്ടാകും അവരോടൊക്കെ. സെമിനാരിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴുള്ള ലൈഫ് ചേഞ്ചിങ് എങ്ങനെയായിരുന്നു? അത് ശരിക്കും ഫീൽ ചെയ്തായിരുന്നോ? ലൈഫിൽ ഇങ്ങനെ ചേഞ്ചസ് വരുവാണ്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ലൈഫിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? അത് ഈ പറഞ്ഞ പോലെ സെമിനാരി അറിയാലോ, ഭയങ്കര സ്ട്രിക്റ്റാണ് കാര്യങ്ങളൊക്കെ. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് വൈനർ സെമിനാരി ഉണ്ടായിരുന്നത് സഭയിൽ തന്നെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫോർമാറ്ററാണ്. കമ്പനി ബില്ലിന് ഒന്നും അടുപ്പിക്കില്ല എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു ബ്രദറായിരുന്നു ഞങ്ങളുടെ റെക്ടർ. പിന്നെ ഇപ്പം ഞങ്ങളുടെ പ്രൊഫഷണലായിട്ടിരിക്കുന്ന മൈക്കിളച്ചനായിരുന്നു എനിക്ക് ഫസ്റ്റ് ഇയർ ഫോർമേഷൻ തന്നെ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഇവരൊക്കെ. ഒരു കണക്കിന് അവരൊക്കെ അതേപോലെ സ്ട്രിക്റ്റ് പിടിച്ച് ഞങ്ങളെ ഇടം വലം തിരിയാൻ സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അന്നൊക്കെ അച്ഛനായി പോയത്. ലിബറലായിട്ട് കുറേ വിട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വഴിതെറ്റി പോകാൻ ചാൻസ് കൂടുതലാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കും അവർ അത്ര ഇതായിട്ട് നോക്കിയത്. അപ്പോൾ ഇത്രയും സ്ട്രിക്റ്റ് പിടിച്ച് കൃത്യം ടൈം ടേബിളിലൊക്കെ ജീവിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റം വരുമല്ലോ. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലാണ്ട് പിന്നെ നമ്മുടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലും പിന്നെ നമുക്ക് തന്നെ ഒരു അവബോധം വരുമല്ലോ. സെമിനാരിക്കാരനാണ്, അച്ഛനാവാനുള്ളവരാണ്, ഒരു പബ്ലിക്ക് പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ അതും പറയും, അങ്ങനെയൊക്കെ ഒരു സാധനം വരുമല്ലോ. അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ ഫോർമേഷനൊക്കെ കഴിഞ്ഞ് ശരിക്കും അച്ഛനായി. എന്നായിരുന്നു പട്ടം, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ? എനിക്ക് 2020 ഡിസംബർ 27 പട്ടം കിട്ടിയത്. ആ സമയത്ത് അറിയാലോ, കൊറോണയാണ്, മൊത്തം അടച്ചു കൂട്ടി, ലോക്ക്ഡൗൺ ഒക്കെയാണ്. പട്ടത്തിന് 20 പേരെ വിളിക്കാനുള്ള അനുവാദമുള്ളൂ. ഒരു കണക്കിന് പറഞ്ഞാൽ അതൊരു ദൈവാനുഗ്രഹമാണ്. കാരണം അപ്പൻ്റെ അമ്മയുടെ അധികം പൈസ പൊട്ടാണ്ട് നമുക്ക് പട്ടം നടത്തി രക്ഷപ്പെടാം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ കടം മേടിക്കേണ്ടി വന്നേനെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ അപ്പനെ ഈ പട്ടം ഭയങ്കരമായിട്ട് ആഘോഷിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ അപ്പനെ കൂടി പറ്റേണ്ട രീതിയിൽ തന്നെ പുള്ളി അത് ഗംഭീരമായിട്ട് നടത്തി. എനിക്ക് തോന്നുന്നു ആ കൊറോണ സമയത്ത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആൾക്കാരൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ പരമാവധി ആഘോഷമൊക്കെ ആക്കി. പിന്നെ ഞാൻ പുത്തൻ കുർബാന ചെല്ലണ സമയത്ത് ശരിക്കും പള്ളിയിൽ 10-40 പേരുള്ളൂ, വേറെ ഒരു മനുഷ്യരില്ല. കാരണം ആരെയും വിളിക്കാൻ പറ്റില്ലായിരുന്നു. പള്ളിയിലൊക്കെ ആൾ കൂടുന്നൊക്കെ പ്രശ്നമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെയായിരുന്നു പട്ടമൊക്കെ ഇങ്ങനെ വളരെ ചിലവ് കുറച്ച് ആ സമയത്ത് കൊറോണ ടൈമിൽ തീർന്നു. അപ്പോൾ ഇപ്പോൾ അച്ഛനായിട്ട് ഡിസംബർ 27 വരുമ്പോൾ 5 വർഷമായി. 5 വർഷമായി. അപ്പോൾ എങ്ങനെയുണ്ട് പുതിയ ശുശ്രൂഷകളും
അച്ഛൻ്റെ ഈ ഒരു ജീവിതം, അച്ഛൻ സന്തോഷവാനാണോ? അന്ന് 5 വർഷങ്ങൾക്ക് മുൻപ് അച്ഛനെടുത്ത ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, വൈദികനാകണം എന്നുള്ളൊരു തീരുമാനം, അത് ശരിയായിരുന്നു എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു തോന്നലുണ്ടോ? പിന്നെ 5 വർഷം മുന്നേ വൈദികനാവണമെന്ന് ആഗ്രഹിച്ചൊരു സന്തോഷമുണ്ട്. പട്ടം കിട്ടിയാലും ഇപ്പം നിൽക്കുന്ന ജീവിതത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ കരൂറ്റി അങ്കമാലിക്ക് അടുത്തുള്ള സ്ഥലത്ത് തന്നെ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിലാണ് നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ 8-9 അച്ഛന്മാരുണ്ട്. പ്രൊവിൻഷ്യൽ അച്ഛനുണ്ട്, അവരുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ ടീം 3-4 അച്ഛന്മാരുണ്ട്. പിന്നെ ഞങ്ങൾ വേറെ 3-4 അച്ഛന്മാരുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോണു. എല്ലാ അച്ഛന്മാരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം ഞാൻ കരൂറ്റിയിൽ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിലാണ്. അവിടെ ഞങ്ങൾക്ക് പ്രൊവിൻഷ്യൽ ഹൗസിനോട് ചേർന്ന ഒരു ഫ്രാൻസിസ്കൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ള പ്രോഗ്രാംസിനൊക്കെ കൊടുക്കുന്ന ഒരു 3-4 ഓഡിറ്റോറിയം അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ അത് നോക്കുന്നുണ്ട്. പിന്നെ അറിയാലോ, അത് തന്നെ സഭ ഏൽപ്പിച്ചാണ് ഉത്തരവാദിത്തമാണ്. പിന്നെ എല്ലാ ദിവസവും കുർബാന, പിന്നെ ചെറിയ ചെറിയ ധ്യാനങ്ങൾ, ക്ലാസ്സുകൾ. ഞങ്ങൾക്ക് പിന്നെ സഭയ്ക്കൊരു മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ വീഡിയോസൊക്കെ ഇറക്കും. പിന്നെ അതല്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് പോകും. അപ്പം അച്ഛൻ്റെ ദൈവവിളിയൊക്കെ തിരിച്ചറിഞ്ഞ് നല്ലൊരു പുരോഹിതനായ ജീവിതത്തിൽ അച്ഛൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ ദൈവവിളി മനസ്സിലാക്കാൻ, തിരിച്ചറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അച്ഛൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ഓട്ട്സൊക്കെ, അതായത് പാരൻസിൻ്റെ അടുത്തു നിന്നായാലും ഇപ്പോൾ നാട്ടുകാരുടെ അടുത്തു നിന്നായാലും അവരൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരിക്കലും. അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ എത്രയോ അഗ്രാഹ്യമാണ് എന്ന് പറയുന്നത് പോലെ, അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ ദൈവവിളി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? എങ്ങനെ തിരിച്ചറിയാം ദൈവവിളി? ഇന്നത്തെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കൊറോണയ്ക്ക് ശേഷം പൊതുവേ ദൈവവിളികൾ സെമിനാറിലേക്ക് വന്ന പിള്ളേരുടെ എണ്ണത്തിൽ ഭയങ്കര ഒരു കുറവുണ്ടായിട്ടുണ്ട്. ആ കൊറോണ സമയത്ത് ഈ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർക്ക് ഇപ്പം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലായി. പിന്നെ ഈ പറഞ്ഞ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ, എല്ലാ വീട്ടിലും 1-2 പിള്ളേരൊക്കെ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയായാലും എനിക്കിങ്ങനെ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ സെമിനാറിലേക്ക് ചേർന്ന ഒരു അച്ഛനായേ തീരൂ, അല്ലെങ്കിൽ ഞാൻ അച്ഛനായിട്ട് ഇവിടുന്ന് പോകും എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി വന്ന ആളല്ല. നമുക്ക് ദൈവവിളി ഉണ്ടോയെന്ന് അറിയാനായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അച്ഛനെ ചുമ്മാ പരിചയപ്പെടണമായിരിക്കും. ആ ഒരു മൊമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ദൈവം ആദ്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നെ. ആ അച്ഛനെ പരിചയപ്പെട്ടപ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സ്പാർക്ക് വന്നിട്ടുണ്ടാവും, എനിക്ക് ചിലപ്പോൾ ഒരു അച്ഛനാണെന്നുള്ളൊരു തോന്നൽ. ആ ഒരു തോന്നലിൽ ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്ത് ഇൻറ്റൻഷൻ ആയിക്കോട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട്, സെമിനാരിൽ വന്ന് നിന്നിട്ട് ഒരു 4-5 വർഷം സെമിനാരി പഠിച്ച് പുറത്ത് പോയവർക്കൊക്കെ കല്യാണം കഴിച്ചാൽ പോലും ഭയങ്കര മാർക്കറ്റാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എക്സ് സെമിനാരിയൻസിന് ഇങ്ങനെ മാട്രിമണിയിലൊക്കെ നല്ല ഇതുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇൻറ്റൻഷൻ വെച്ച് വരെ സെമിനാരി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ വന്നതിന് ശേഷം അറിയാമെന്നുള്ളതുള്ളൂ. നമ്മൾ സെമിനാരിൽ വന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് സെമിനാരി ജീവിതം, എന്താണ് അച്ഛന്മാരുടെ ജീവിതം. ഈശോയെ കൂടുതൽ അടുത്ത് അറിയുന്നതൊക്കെ ചിലപ്പോൾ സെമിനാരിൽ വന്നതിന് ശേഷമായിരിക്കും. അപ്പോൾ എന്ത് ഇൻറ്റൻഷൻ ആയിക്കോട്ടെ, വരാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ട്, നമ്മുടെ ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം എന്താണെന്നുള്ളത് നോക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് നിങ്ങൾ വരാം. അത് ചിലപ്പോൾ പഠിക്കാനോ വേറെ എന്ത് ഇൻറ്റൻഷനായാലും വരാം. സെമിനാരി ലൈഫ് എൻജോയ് ചെയ്യുക. പിന്നീട് ഭാവിയിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെല്ലാവരും എന്നെപ്പോലെ ഒരു അച്ഛനാവും. ഞാനും ആ ഒരു മൈൻഡോടുകൂടി വന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പൗരോഹിത്യവും സന്യസ്ത ജീവിതമൊക്കെ ഒത്തിരി വെല്ലുവിളികളിൽ കടന്നു പോകുന്നുണ്ട്. പ്രധാനപ്പെട്ടത് ദൈവവിളി കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെയും വൈദികരെയും സന്യസ്തരെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളായാലും പോസ്റ്റുകളായാലും നമ്മൾ കാണുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സന്യസ്തരായാലും വൈദികരായാലും കുറേ കൂടി ഈ പ്ലാറ്റ്ഫോമുകളെയൊക്കെ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള ചിന്തകളോടൊക്കെ അച്ഛൻ്റെ പ്രതികരണം? ഞാനതിന് ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ എനിക്കറിയില്ല, എൻ്റെ ചിന്താഗതി എപ്പോഴും ശരിയാണെന്ന് ഞാൻ പറയില്ല. ശരിയല്ലായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ നല്ല തെറ്റാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്ന വീഡിയോസാണ് പരമാവധി ഞാൻ ചെയ്യണത്. അല്ലാണ്ട് വളരെ മോശം ചെയ്യണ സാധനങ്ങളില്ല. എങ്കിൽ പോലും അതിനൊക്കെ അത്യാവശ്യം വ്യൂസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ പള്ളിയിൽ നിന്ന് പ്രസംഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെരുന്നാളിന് പ്രസംഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പള്ളിയിലിരിക്കണ 10-500 പേര് 250 പേരൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് കാണുകയും ഇതൊക്കെ ചെയ്യുന്നത്. അത് ചിലപ്പോൾ കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ നിന്ന് വരും പോയിണ്ടാവും. നമ്മളൊരു വീഡിയോ ചെയ്ത് ആ ഒരു സാധനം ഇടുമ്പോൾ അത് ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണുന്നത്. മാത്രമല്ല, അതവിടെ എന്നതേക്ക് കിടക്കണ ഒരു സാധനമാണ്. എപ്പോൾ വേണമെങ്കിലും ആരുടെ മനസ്സിലേക്ക് വേണമെങ്കിലും എത്താനുള്ള പോസിബിലിറ്റി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും അല്ലെങ്കിൽ അൽമായരും ഈ ജീസസ് യൂത്ത് അങ്ങനെയുള്ളവരൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാർപ്പാപ്പ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി മീഡിയ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാണ്.
അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ തെറ്റാണെന്നാണ് മാർപ്പ പറഞ്ഞാണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് ചെയ്ത് അതിന് നല്ല രീതിയിൽ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കർത്താവിനെ കൂടുതൽ പ്രഘോഷിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അപ്പം അച്ഛൻ ദൈവമഹത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. ഒത്തിരി പേരിലേക്ക് ഇനിയും നല്ല നല്ല മെസ്സേജുകൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയൊക്കെ പകർന്നു കൊടുക്കാനായിട്ട് അച്ഛന് സാധിക്കട്ടെ. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളും ഭംഗിയായിട്ട് ദൈവം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.